ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത്. ഇത് പ്രസിദ്ധമായ ത്ര്യംബക മന്ത്രമാണ്. ഇത് സാധാരണ മഹാമൃത്യുഞ്ജയ മന്ത്രം. ഈ ഋക്ക് പദച്ഛേദം ചെയ്യാറില്ലെന്നാണ് ഭാഷ്യകാരന്മാർ പറയുന്നത്. നമുക്ക് ചെറുതായിട്ട് അർത്ഥത്തെ നോക്കാം. കാരണം ഇതെല്ലാവരും അർത്ഥം അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. അറിയാവുന്ന ഒരുപാട് പേരുണ്ടാകും. ഞാൻ ചെറുതായിട്ടൊന്ന് പരാമർശിക്കുന്നത് മാത്രമേ ഉള്ളൂ. സുഗന്ധിയും പുഷ്ടിവർദ്ധനനുമായ ത്രിയംബകനെ ഞങ്ങൾ യജിക്കുന്നു. ഉർവാരുകം ബന്ധനത്തിൽ നിന്ന് എപ്രകാരം മോചിപ്പിക്കുന്നുവോ അപ്രകാരം എന്നെ ഋതമായ നിയതമായ മാറ്റമില്ലാത്തതായ മൃത്യുവിൽ നിന്ന് മോചിപ്പിക്കണമേ. അപ്പം മൃത്യു എന്ന് പറഞ്ഞാൽ മർത്യനുള്ളതാണ്. അതായത് ജനിച്ചാൽ മരിച്ചിരിക്കും. നമ്മളെല്ലാം ഭൂതങ്ങളാണ്, ഭവിച്ചവരാണ്, ഉണ്ടായവരാണ്. അപ്പോൾ അത് നശിച്ചിരിക്കും. അപ്പോൾ സുരഭിലമായ യശസ്സോടു കൂടിയവനും ഭക്തന്മാർക്ക് യശസ്, വിദ്യ, സമ്പത്ത്, ഐശ്വര്യം മുതലായ എല്ലാ പുഷ്ടികളും നൽകി എന്നിട്ട് അവയെ വർദ്ധിപ്പിക്കുന്നവനുമായ ത്രിയംബകനായ, അതായത് ത്രിലോചനൻ, 3 കണ്ണുള്ളവനായ ഭഗവാനെ ഞങ്ങൾ യജിക്കുന്നു അഥവാ പൂജിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യശസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശബ്ദാർത്ഥം ദിക്കുകളിലെല്ലാം വ്യാപിക്കുന്നത് എന്നാണ്. അതിൻ്റെ പര്യായമാണ് കീർത്തി. എല്ലാവരാലും നന്നായി പറയപ്പെടുന്നത്, അതാണ് കീർത്തിക്കപ്പെടുന്നത് എന്നാണ് ശബ്ദാർത്ഥം. യശസ്സിനും സൗരഭ്യത്തിനും പ്രീതിപ്പെടുത്തുക, വ്യാപിക്കുക എന്ന സമാന ധർമ്മങ്ങൾ ഉള്ളതിനാൽ സുരഭിലമായ യശസ്സോടു കൂടിയവനും അഥവാ യശസ്സിനാൽ സുരഭിലനായവനുമാണ് ഭഗവാൻ. ഇനി പുഷ്ടി എന്താണ്? 10 പുഷ്ടികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വാക് പുഷ്ടി, ജ്ഞാനപുഷ്ടി, ശരീരപുഷ്ടി, ഗൃഹക്ഷേത്രപുഷ്ടി, ധനധാന്യപുഷ്ടി, പ്രജാപുഷ്ടി, പശുപുഷ്ടി, ഗ്രാമപുഷ്ടി, ധർമ്മപുഷ്ടി, അണിമാതി അഷ്ട ഐശ്വര്യ പുഷ്ടി എന്നിവയാണ് 10 പുഷ്ടികൾ. അപ്പോൾ ഹനുമാന് അണിമാതി അഷ്ടൈശ്വര്യ പുഷ്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ത്രിയംബകൻ എന്ന് പറഞ്ഞാൽ 3 നേത്രങ്ങളോട് കൂടിയവെന്നാണ്. അംബകം എന്ന് പറഞ്ഞ നേത്രം, ചക്ഷുസ്. ആ ചക്ഷുസ് എന്താണ്? സ്വരൂപത്തെ മനസ്സിലാക്കി തരുന്നത് എന്നാണ് ചക്ഷുസിൻ്റെ ശബ്ദാർത്ഥം. രൂപത്തെ മനസ്സിലാക്കി തരും. പിന്നെ വേറൊരെണ്ണം 3 ലോകങ്ങൾ, സ്വർഗം, ഭൂമി, പാതാളം. 3 കാലങ്ങൾ, ഭൂതം, വർത്തമാനം, ഭാവി. 3 ഗുണങ്ങൾ പറയും. സത്വ, രജസ്, തമോ ഗുണങ്ങൾ. 3 വേദങ്ങൾ, ഋക്ക്, യജുസ്, സാമം. ഇവയിലെല്ലാം നിരതിശയ ജ്ഞാനം, ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തത്ര ജ്ഞാനമുള്ളവനാണ് ത്രിയംബകൻ. അംബകൻ എന്നാൽ പിതാവ് എന്നും അർത്ഥം. അതിനാൽ 3 ലോകങ്ങളുടെയും പിതാവാണ് ത്ര്യംബകൻ. ഉർവാരുകം എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക, അതായത് പഴുത്ത വെള്ളരിക്ക. വെള്ളരിക്ക അതിൻ്റെ വള്ളിയിൽ നിന്ന്, വള്ളി എന്ന ബന്ധനത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന്, എത്രയും ക്ഷണത്തിൽ മുക്തമാവുന്നത് പോലെ, എത്രയും ക്ഷണത്തിൽ കൊഴിഞ്ഞു വീഴുന്നത് പോലെ ഈ മൃത്യുവിൽ നിന്നും, സംസാര ബന്ധനത്തിൽ നിന്നും ഞാൻ മുക്തനാവട്ടെ, അതിനങ്ങ് കാരണമാവട്ടെ, കാരകനാവട്ടെ. നമ്മളെല്ലാം ഈ ഭഗവാന്റെ മായയിൽപ്പെട്ടിട്ട് ഇവിടെ ബന്ധനത്തിലാണ്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഗൃഹം, വീട്, പുത്രൻ, സമ്പത്ത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാവട്ടെ ഞാൻ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി ഋതം എന്ന് പറഞ്ഞാൽ നിയതം, മാറ്റമില്ലാത്തത്, നിശ്ചയമായി സംഭവിക്കുന്നത്, സത്യമായത്, ദൈവനിശ്ചയമായത്. അപ്പോൾ പൊക്കിൾ കൊടി എന്ന ബന്ധനത്തിൽ നിന്ന് ക്ഷണത്തിൽ മോചിപ്പിക്കുന്നത് പോലെ എന്നെ മോചിപ്പിക്കണമേ. ഇനി സംസാര ബന്ധനത്തിൽ നിന്ന് മാത്രമല്ല,
അമൃതത്വം, ആ മോക്ഷം വേണം എന്നുള്ള ആഗ്രഹം കൂടി, ഋതം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നുള്ള അർത്ഥം എടുത്താൽ മോചിപ്പിച്ച് പരമേശ്വര സായുജ്യം നൽകണമെന്നും അർത്ഥമുണ്ടെന്ന് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹരി ഓം.